ക്ഷാമങ്ങളും ഘോരകൃത്യം എങ്ങും പരക്കും. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഘോരകൃത്യം എങ്ങും പരക്കും. ജനം ജനത്തിനെതിരായി വാളൂരി വില്ലുകുലച്ചു. ജനം ജനത്തിനെതിരായി വാളൂരി വില്ലുകുലച്ചു. നേരം പോയി സന്ധ്യയായി, കൂരുരുൾ മൂടും കാലം. നേരം പോയി സന്ധ്യയായി, കൂരുരുൾ മൂടും കാലം. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, നാഥൻ വരാൻ സമയമായി. അത്തിവൃക്ഷം പൂത്തുലഞ്ഞു, നാഥൻ വരാൻ സമയമായി. നേരം പോയി സന്ധ്യയായി, കൂരുരുൾ മൂടും കാലം. നേരം പോയി സന്ധ്യയായി. പ്രൈസ് ലോർഡ്. അത്ഭുത ചിന്തയ്ക്കായിട്ട് നമുക്ക് ദൈവജനത്തിൽ നിന്നും സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യം വായിക്കുന്നു. വചനം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുവാനും നമ്മളോട് സംസാരിപ്പാനും പ്രാർത്ഥനയോടായിരിക്കാം. ലൂക്കോസ് 21:34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സർവ്വഭൂതലങ്ങളിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനെ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഇത് കർത്താവ് അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞുവെങ്കിലും ഇത് ലോകത്തോടെ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ദൈവം പറയുന്നു സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണമെന്ന്. എന്നാൽ ദൈവത്തെ ജനം പലപ്പോഴും മറന്നുകൊണ്ടിരിക്കുന്നു. കാരണം മനുഷ്യനും എപ്പോഴും എന്ത് കഴിക്കണം, എന്തുടുക്കണം, എങ്ങനെ ജീവിക്കണം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, നല്ല വാഹനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ മുഴുകി ദൈവത്തെ മറന്നു പോകുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണമെന്ന് കർത്താവ് പറയുന്നത്. ലോകത്തിൽ പല സംഭവങ്ങളും നടക്കുവാനുണ്ട്. അതൊക്കെയും കുറച്ചൊക്കെ നടന്നുകൊണ്ടിപ്പോൾ ഇരിക്കുന്നു. എന്നാൽ യേശു കർത്താവിന് അതറിയാം. മനുഷ്യർക്ക് ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം സ്ഥിരമാണ്. അതനുസരിച്ച് ലോകത്തിന് പോകണം എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യൻ ലോകമോഹങ്ങളിൽ മയങ്ങുമ്പോൾ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ, നമ്മെ നടത്തുന്ന ദൈവത്തെ, നമ്മെ പരിപാലിക്കുന്നവനെ, ആപത്തിൽ അനർത്ഥങ്ങളിൽ നോക്കുകയും രക്ഷിച്ച് ഓരോ ദിവസവും ക്ഷേമത്തോടെ നടത്തുന്ന രക്ഷകനെ മറന്നു പോകാറുണ്ട്. അപ്പോൾ മനുഷ്യൻ ലോകത്തിലെ സന്തോഷത്തിലേക്ക് തിരിയും. ദൈവിക ചിന്തകളിൽ നിന്നും മാറി ലൗകിക ചിന്തകളിലേക്ക് പോകും. അതുകൊണ്ടാണ് കർത്താവ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്, ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സർവ്വഭൂതത്തിലും വരും. അത് ഭൂമിയിൽ വസിക്കുന്ന എല്ലാവർക്കും വരും. അപ്പോൾ യേശു അവിടെ പറയുന്നു, നിങ്ങൾ നിന്ന് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യതയുള്ളവരായിരിക്കും. എന്നാൽ ദൈവജനത്തിന് ദോഷം വരാതെ ദൈവം കാത്തു സൂക്ഷിക്കും. അതിന് നീ ദൈവപുത്രൻ്റെ മുമ്പിൽ നേരോടെ നിൽപ്പാൻ എപ്പോഴും പ്രാപ്തനായിരിക്കണം. അതിനുവേണ്ടി സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണമെന്നാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്.
ലോകത്തിൽ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കും, അതിന് യാതൊരു മാറ്റമില്ല. ലൂക്കോസ് 21:18 പറയുന്നു, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകുകയില്ല, എന്നാൽ നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരോട് ദൈവം പറയുന്നു, മർക്കോസ് 13:7 നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ഇത് തൻ്റെ ഭക്തന്മാരോട് മാത്രം പറയുന്ന കാര്യമാണ്. മർക്കോസ് 13:21 അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയെന്നോ അതാ അവിടെയെന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണിക്കും. നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നാൽ ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വിശ്വസിച്ച് കള്ളപ്രവാചകന്മാരുടെ വാക്കുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് കാര്യം സാധിക്കാൻ വേണ്ടി കള്ളപ്രവാചകന്മാരെയും തെറ്റിച്ച് കളയുന്ന ശുശ്രൂഷകന്മാരുടെ പുറകെ പോയാൽ സ്വർഗരാജ്യം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് അവിടെ പറയുന്നത്, നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവിൻ, മുൻകൂട്ടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെ തന്നെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആ നാളും നാടിയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്ന് കർത്താവ് പറയും. മർക്കോസ് 11:34 ഒരു ഉദാഹരണം അവിടെ പറയുന്നു. ഒരു മനുഷ്യൻ വീട് വിട്ട് പ്രദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിയിലോ കോഴി കൂകുന്ന നേരത്തോ രാവിലെ എപ്പോൾ വരുമെന്ന് അറിയായതുകൊണ്ട് അവർ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിനെ ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ഓരോ ഭക്തനെയും ദൈവം ദേശത്തിൻ്റെ കാവൽക്കാരനായി ദേശം ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു കാവൽക്കാരൻ്റെ ജോലിയാണ് ജാഗ്രതയോടെ ഉണർന്നിരുന്ന് ദേശത്തെയോടത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. യെശയ്യാവ് 21:11 നമ്മൾ വായിക്കുമ്പോൾ, ഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം, കാവൽക്കാരാ രാത്രി എന്തായി, കാവൽക്കാരാ രാത്രി എന്തായി. കാവൽക്കാരൻ എപ്പോഴും രാത്രിയാണ്. ഇരുട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. ഉറങ്ങിപ്പോയാൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആത്മീയ ഉറക്കത്തെക്കുറിച്ചാണ് ഇത് സംബന്ധിച്ചും പ്രാധാന്യമുള്ളത്. നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ച് ഒരാത്മഭാരം ഓരോ ഭക്തനും വേണം. പാവത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകം നാശത്തിലേക്ക് പോകുമ്പോൾ അനേകരെ രക്ഷയിലേക്കും ദൈവഭയത്തിലേക്കും കൊണ്ടുവരുവാൻ ഒരു ഭക്തന് കഴിയും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25. ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിലെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണ് യേശുവിനെ തിരുവചനത്തിൽ എല്ലായിടത്തും വരച്ച് കാട്ടിയിരിക്കുന്നത്. ഇതൊക്കെ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. ലോകമോഹങ്ങളുടെയും തത്വശാസ്ത്രങ്ങളുടെയും മറ്റ് ലോകശാസ്ത്രങ്ങളുടെയും ഒക്കെ ആശ്രയിച്ച് അതിൻ്റെ പുറകെ നടന്ന് ജീവിതം ലക്ഷ്യം തെറ്റിപ്പോകുന്നവരെ ഇന്ന് ലോകത്തിൽ നമുക്ക് അനേകരെ കാണുവാൻ കഴിയും. യേശുവിലേക്കും നിത്യജീവനിലേക്കും പ്രയാസമില്ലാതെ പ്രവേശിക്കാനുള്ള തുറന്ന വാതിലുകളാണ് ബൈബിളിലെ സുവിശേഷങ്ങളും ലേഖനങ്ങളും. തിരുവചനം നിത്യവും വായിച്ച് ധ്യാനിക്കുന്നതിലൂടെ ദൈവസ്നേഹത്തിൻ്റെ വിലയും രക്ഷയും മനസ്സിലാക്കി അത് അനുഭവിച്ച് ദിവസവും ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കാം. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ പ്രത്യാശയിൽ ആശ്രയം പ്രാപിക്കാനും കഴിയും. പിശാചിൻ്റെ ചതിയിൽപ്പെടാതെ ദൈവജനം തിരുവചനത്തിലൂടെ ദൈവത്തിലേക്ക് തിരിയണം. ജീവിതത്തിൻ്റെ ദുർഘട സമയങ്ങളിൽ ലോക ജീവിതത്തിൻ്റെ അന്ത്യത്തോടടുക്കുമ്പോൾ യേശുക്രിസ്തു അല്ലാതെ വേറെ ഒരു തുണയില്ല, വേറെ പ്രത്യാശയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുമില്ല. ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ തന്നെ ഉണ്ട്. ലോകരക്ഷിതാവായ കർത്താവെ എന്നോടൊപ്പം എന്നും വസിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.